ഹലോ നമസ്കാരം. അപ്പം എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. ഇന്ന് എൻ്റെ ഹെയറിലല്ല ഞാൻ പരീക്ഷിക്കുന്നത്, ഹസ്ബൻഡിന്റെ ഹെയറിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, താരം പോവാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോം റെമഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു റെമഡി എൻ്റെ ഹെയറിൽ വർക്കായ സമയത്ത് എൻ്റെ ഹെയറിലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഹെയറിൽ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈരാണ്. തൈര് കട്ടത്തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പം കുറച്ച് കട്ടിയായിട്ടുള്ള തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് നാരങ്ങേൻ്റെ നീര് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരു വേണം നമുക്ക് എടുത്ത് കളയാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, നമ്മൾ നാടൻ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഒരു സ്പൂൺ, നിങ്ങളുടെ തലയിൽ സാധാരണ തേക്കുന്നതിട്ടും കുറച്ചും കൂടെ തോനെ നിന്നോട്ടെ. നമുക്കിത് ലാസ്റ്റ് ഷാമ്പൂ ഇട്ട് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പം തൈരും ചെറുനാരങ്ങയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ എണ്ണ ഇവിടെ റെഡി ആയിട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഫേസ് കാണിക്കേണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കുറച്ച് തിരിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതേ തലയിൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനമാണ് കേട്ടോ ആ ഒരു സംഭവം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അത് ഞാൻ ഫേസിലേക്ക് അധികം ഉപയോഗിക്കലില്ല കേട്ടോ. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഫേസിൽ ഓരോന്നൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കല്. ഇത് നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മസാജ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഒക്കെ എടുക്കുന്ന ബ്രഷ് പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തലയിൽ ജസ്റ്റ് ഒന്ന് ആദ്യം ഇട്ട് കൊടുത്തു. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കൈ വെച്ച് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ എളുപ്പം. അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ അകത്തുനിന്ന് ഇത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞി കൈ വന്നത്. മോളും കൂടെ വന്നോട്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് നിർബന്ധത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം, അപ്പോഴേക്കും ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു തലയിൽ മസാജ് ചെയ്ത് പഠിച്ചു കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴുകി കളയാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പൂ ഇട്ട് കഴുകി കളയാം. ഷാമ്പൂ ഇടുന്നില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഇട്ടാൽ മതി. പിന്നെ ഇതിൽ ചെറിയൊരു തൈരിൻ്റെ സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഷാമ്പൂ ഇട്ടിട്ട് കഴുകി കളയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ധൈര്യമായിട്ട് എല്ലാവർക്കും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എൻ്റെ ഹെയറിൽ ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സാധനങ്ങൾ നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണെന്ന് ഞാൻ വിചാരിക്കണം. ഇല്ലെങ്കിൽ ഒന്ന് താരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ താരം പോകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും റെമഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.